അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നാളെ രാവിലെയും ഇവിടെ തുടരാനുള്ളത് കൊണ്ട് ഇനി സമയം വഴിക്കുന്നില്ല. നിസ്കാരവും ഉറക്കും എല്ലാം കൊണ്ട് ചുരുങ്ങിയത് ഒരു 5 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇന്നലെ പറഞ്ഞത് ഏതാനും ആളുകൾ കേട്ട് കാണും. ഇല്ലാത്തവർക്ക് ഇന്ന് ആദ്യം മുതൽ അവസാനം വരെ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് ത്തിന്റെ ശുദ്ധി സംബന്ധിച്ചാണ്. നമ്മുടെ മജ്‌ലിസ് മറ്റ് എല്ലാ മജ്‌ലിസുകളുമായി വേറിട്ട് നിൽക്കുന്നതും അത് തന്നെയാണ്. നമ്മളിവിടെ ഒരു വ്യക്തിയെ തെറി പറയുന്ന മജ്‌ലിസല്ല, ചീത്ത പറയുന്ന മജ്‌ലിസല്ല, ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മജ്‌ലിസ് അല്ല. മറിച്ച് നമ്മുടെ ഹൃദയശുദ്ധിക്ക് വേണ്ടി ഇൽമുകൾ പഠിക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ചുരുങ്ങിയ നിലയിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി. സയ്യിദു ത്വായിഫത്ത് എന്നാണ് അവരുടെ പേര്. ആ ത്വായിഫത്ത് സൂഫിയയുടെ സയ്യിദ് അത്രയും വലിയ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ധാരാളം തസവ്വുഫിന്റെ അഹ്ലുകാർ ഉണ്ട്. അതിന്റെ ഖണ്ഡികയിൽപ്പെട്ട ആയിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു. യാതൊരു സംശയവും ഇല്ല. അവരുടെ അതേ മാർഗം അവലംബിച്ച ഇവിടെ വലിയ വലിയ മഹാന്മാർ ഉണ്ട്. അപ്രകാരം ഈ അടുത്ത ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞുപോയ കെ മുഹമ്മദ് ദാരിമി, അദ്ദേഹവും ധാരാളമായി അങ്ങനെയുള്ള മശായിഖന്മാരുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 4 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ബെയ്ത്തിന്റെ ഒരു 4 വരിയാണ് നേരത്തെ നിങ്ങൾ അവസാനമായി കേട്ടത്. അല്ലഫൽ അലിഫ് തുടങ്ങിയിട്ടുള്ള ബെയ്ത്തുകൾ, അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് കെ മുഹമ്മദ് അദ്ദേഹത്തിന് ദർജനേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവരുടെ എല്ലാ ദർജനയും അള്ളാഹു തന്നെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എം.എ. ഉസ്താദിന്റെ ദർജനെ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ദിക്റിന്റെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എത്രയോ അധികം ദിക്റുകൾ ഉണ്ട്. പക്ഷേ അത് മശായിഖുമാരിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന നിലക്ക് ആണ് ഇന്നലെ നമ്മുടെ സഫ്വ അംഗങ്ങൾക്ക് മുഴുവനും ഒരു ഏട് വിതരണം ചെയ്തു. ഇന്ന് കുറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പിന്നീട്
കിട്ടും. അതിൽ പറയുന്ന ദിക്ർ നിങ്ങളെല്ലാവരും ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളിൽ നിന്ന്, അതുപോലെ അഹ്മദുൽ കബീറു റിഫാഇ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന്, അപ്രകാരം ഷെയ്ഖ് ബഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഇന്ത്യയിലെ പ്രധാന മുരീദായ ബഹുമാനപ്പെട്ട അൽ മഹ്ബൂബ് സുബ്ഹാനി, അൽ ഇമാമുർ റബ്ബാനി, മുജദ്ദിദ് അൽ ഫസാനി, അഷ്ശൈഖ് അഹ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹു, 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം റബ്ബാനി അഹ്മദ് സർഹന്ദി മഹാനവറുകൾ, അവരാണ് ഇന്ത്യ രാജ്യത്ത് നഖ്ശബന്ദി തരീഖത്തിന്റെ ഷെയ്ഖായി അറിയപ്പെട്ട ഒന്നാമത്തെ ആൾ. അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ഷെയ്ഖ് മുഹമ്മദ് ബാക്കി ബില്ലാ റളിയല്ലാഹു അൻഹു ഡൽഹിയിലാണ് അവരുടെ ഖബർ ഉള്ളത്. എങ്കിലും അവർ ഇവിടെ ഷെയ്ഖ് ആയി അങ്ങനെ അറിയപ്പെട്ടിരുന്നില്ല. അവിടുത്തെ ശിഷ്യൻ ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള പഞ്ചാബിലെ സർഹിന്ദ് എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞ മുജദ്ദിദ് അൽ ഫസാനി, അൽ ഇമാമുർ റബ്ബാനി. അവർ നഖ്ശബന്ദി തരീഖത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷെയ്ഖാണ്. മക്തൂബാത്തു അൽ ഇമാമിർ റബ്ബാനി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാം റബ്ബാനി എഴുതിയ അവിടുത്തെ കത്തുകൾ രാജാക്കന്മാർക്കും മുരീദന്മാർക്കും വലിയ വലിയ ആളുകൾക്കൊക്കെ ക്ഷണിച്ചുകൊണ്ട്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, തരീഖത്ത് പഠിപ്പിച്ചുകൊണ്ട്, ഹിദായത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തുകൾ ഒരുമിച്ച് കൂട്ടിയ വലിയ 2 കിതാബ് മക്തൂബാത്തുർ റബ്ബാനി. ആ കിതാബിൽ മുഴുവനും ശരീഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നീ ഹൃദയം ശുദ്ധിയാക്കണം, ദിക്റുകൾ ചൊല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ കിതാബുകളിലും സിറുൽ അസ്റാർ, അതുപോലെ മറ്റ് എത്രയോ കിതാബുകൾ ഉണ്ട്, ഫുതൂഹുൽ ഗൈബ് തുടങ്ങിയ നിരവധി കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളും ശരീഅത്ത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശരീഅത്തും തരീഖത്തും എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഉള്ള അതാണ് ശരിയായ തരീഖത്ത്. അതിൽ റിഫാഇയ്യ, ഖാദിരിയ്യ, നഖ്ശബന്ദിയ്യ ഈ 3 തരീഖത്ത് കൂടി ഒരുമിച്ച് കൂട്ടിയ ഏതാനും ാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നു, നിങ്ങളത് സ്വീകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഇതൊക്കെ 100 പ്രാവശ്യം വീതം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 പ്രാവശ്യവും, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന് 100 പ്രാവശ്യവും, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 100 പ്രാവശ്യവും ചൊല്ലുക. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
لا إله إلا الله محمد رسول الله صلى الله عليه وسلم. ഇതും 100 വട്ടം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്. അതും അവസാനം സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. അല്ലാഹു അല്ലാഹു ഉച്ചത്തിൽ ചൊല്ലാൻ പാടില്ലെന്നാണ് ഷെയ്ഖ് ലക്ഷവതി ഷെയ്ഖിന്റെ കൽപ്പന. വേറെ ഉച്ചത്തിൽ ചെല്ലുന്നവരും ഉണ്ട്, അവരെ കുറ്റം പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം അത് വളരെ മെല്ലെയാണ് ചെല്ലേണ്ടത്. അത് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഇടഭാഗത്ത് നെഞ്ഞിന്റെ ചുവട്ടിൽ കൈവച്ചുകൊണ്ട് ചെല്ലിയാൽ വളരെ നല്ലതാണ്. അല്ലാഹ് 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 ചെല്ല്. അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഇങ്ങനെ അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന് 100 പ്രാവശ്യം. അപ്പോൾ 300 അല്ലാഹു ആകും. 300 പ്രാവശ്യം അല്ലാഹു എന്ന ദിക്ർ ആകും ഇസ്മുൽ ജലാൽ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇനി ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മശായിഖുമാർ, നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ അലി ഹസൻ അൽ മഖ്ദൂമി, സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഷദ്ദാദ്, അപ്രകാരം ഷെയ്ഖ് മോസൽ ഖാദിരി, അതുപോലെ നിരവധി മശായിഖുമാർ ചെല്ലി വന്നതും അവർ നമുക്ക് ഇജാസത്തായി സമ്മതമായി തന്നിട്ടുള്ളതുമായ 3 തരീഖത്ത് കൂടി കൂടിയിട്ടുള്ള ദിക്റുകളാകുന്നു. ഇത് നിങ്ങൾ സ്വീകരിച്ചോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും ഇത് ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമ റഹീമായ അല്ലാഹ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെയും റിഫായി ശൈഖിന്റെയും അതുപോലെ മറ്റ് മഹാന്മാരായ മശായിഖ് അഖ്താബുൽ ഉസ്സിത്തത്ത്, ആ 6 കുതുബുകളുടെയും അഇമ്മത്ത് അർബഅത്തിന്റെയും അങ്ങനെയുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങൾ, വലിയ കുതുബുകൾ, അവരുടെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പോലും അർഹതയില്ലാത്ത സാധുക്കളാണ് ഞങ്ങൾ. എങ്കിലും അവരുടെ പട്ടികയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവരുടെ ആ സിൽസില, അവരുടെ ശൃംഖല ഞങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ സ്ഥാനത്ത് ഞങ്ങളില്ല, അവരുടെ ഖദർ ഞങ്ങൾക്കില്ല. അവരുമായി വളരെ ചെറിയവരാണ് ഞങ്ങൾ. എങ്കിലും മുറുകെ പിടിച്ച് ഞങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെയാണോ പ്രിയം വെച്ചത് അവരെ കൂടെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളല്ലോ. അതുകൊണ്ട് ഈ മശായിഖന്മാരെ മുഴുവനും അവിടം മുതൽക്ക് അങ്ങനെ സ്വഹാബത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഞങ്ങൾ പ്രിയം വെക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളെയും ആ ശൃംഖലയിൽ നിന്ന് ഒഴിവാക്കാതെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ.
ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാര്, എല്ലാവരുടെ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസലാക്കി തരണം റഹ്മാനെ. റഹ്മാനെ, സ്വയ്യത്തിന്റെ ഈ സമ്മേളനം നിന്റെ പൊരുത്തത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത്. ഞങ്ങൾ ഈ സമയങ്ങളും അവളെ കാശുകളും ഞങ്ങളെല്ലാം ചെലവഴിക്കുന്നത് നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. വിദേശത്തുള്ള എത്രയോ സഹോദരന്മാർ അവരുടെ കഴിവിന്റെ പരമാവധി ഞങ്ങളെ സമ്മേളനത്തെ ധനം കൊണ്ട് സഹായിച്ചവരുണ്ട്. അവരിൽ പലരും ഇന്നും ഇന്നലെയുമായി ഈ സമ്മേളനത്തിന് ഇവിടെ എത്തിയവരുണ്ട്, നാളെ എത്തുന്നവരുണ്ട്. എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഈ കാണുന്ന ജനങ്ങളിൽ നിന്റെ ഔലിയാക്കൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷം പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഖൈറ് നീ എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്തു തരണേ അല്ലാ. ഞങ്ങളെ കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലുകളിലുമെല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരുടെ എല്ലാവരുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലും വീടുകളിലും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. അർഹമുർ റഹീമേ, ഞങ്ങളെ ഭാര്യമാരിലും മക്കളിലും കുടുംബങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ മക്കളെയൊക്കെ നല്ലവരാക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കളൊക്കെ ഇപ്പോൾ SSLC പരീക്ഷയും +1 +2 പരീക്ഷയും മറ്റ് പരീക്ഷകളും നേരിടുന്ന സമയമാണ്. ആ കുട്ടികളെ മുഴുവനും നീ വിജയിപ്പിക്കണം റഹ്മാനേ, വിജയിപ്പിക്കണം റഹ്മാനേ. അർഹമുർ റഹീമേ, ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. കിബ്ർ, ഹസദ്, ഉജ്ബ്, റിയാദ്, സുംഅത്ത്, ഹിർസ്, അമൽ തുടങ്ങിയ ബിദ്അത്ത്, ശഹ്വത്ത് തുടങ്ങിയ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ഞങ്ങളെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ, ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ ഖൽബിലേക്ക് ചീത്ത ചിന്തകൾ വരാത്ത ഹൃദയമാക്കി തരണം റഹ്മാനേ. നല്ല ചിന്തകൾ മാത്രം കൊണ്ട് നിറക്കപ്പെട്ട ഹൃദയമായി ഞങ്ങളെ ഹൃദയത്തെ നീ വെളിച്ചമാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനേ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ഭയങ്കരമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. വല്ലവർക്കുമുള്ളെങ്കിൽ ഉള്ളവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങൾക്ക് നിന്നോടല്ലാതെ ചോദിക്കാനില്ല. നീ ഞങ്ങളെ ചോദ്യങ്ങളെല്ലാം അറിയുന്നവനാണ്. ഇൽമുക ബി അഹ്വാലിനാ യുഗ്നി അൻ സുആലിനാ. അല്ലാ, ഞങ്ങളെ അഹ്വാലുകളൊക്കെ നീ അറിയും, നിന്നോട് ചോദിക്കാതെ തന്നെ അറിയും. പക്ഷേ നിന്റെ ഹബീബായ നബി തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. സാഹിര്യങ്ങളെ സെഹറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ചതിയന്മാരെ ചതിയിൽ നിന്ന് റഹ്മാനേ. അല്ലാ, നിന്റെ ദീനിന്റെ പ്രവർത്തന രംഗത്ത് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. അവരുടെ സർവ കഴിവുകളും നീ കുറച്ചു കളയണേ അല്ലാ. അവരുടെ ചിറകുകളെ നീ ഒടിച്ചു കളയണേ അല്ലാ. അവരുടെ മുഴുവൻ ശത്രുതയും നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് കഴിവില്ല, നിനക്ക് കഴിവുണ്ട് അല്ലാ. അതുകൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിനെ പരാജയപ്പെടുത്തിയ അല്ലാ, നിന്റെ ദീനിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാമിനെ ബഹറിൽ വെച്ച് രക്ഷപ്പെടുത്തിയ അല്ലാ,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ശത്രുക്കളുടെ മുഴുവൻ എതിർപ്പുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും കള്ളത്തരങ്ങളിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ നിഅമത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ആഫിയത്തോടെ ദീർഘ ആയുസ് നൽകണേ അല്ലാ. اللهم ما قضيت لنا من دمد وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأصوبها وأحسنها يا جبار يا الله، فإنك على كل شيء قدير وبالإجابة جدير. اللهم إن القوم الذين أنت أعلم بهم قد استعزوا بعز أنفسهم في مكرهم وخديعتهم وعنادهم وجمعهم. اللهم اجعل تدميرهم في تدبيرهم. اللهم اجعل تدميرهم في تدبيرهم. اللهم اجعل تدبيرهم تدميرا. اللهم اجعل تدميرهم تدميرا. اللهم اجعل تدبيرهم تدميرا. اللهم مزقهم كل ممزق يا جبار يا قهار يا رب العالمين. اللهم اجعلنا من الذاكرين. اللهم اجعلنا من الشاكرين. اللهم اجعلنا من الشاكرين. അർഹമ റഹീമേ, നിനക്ക് ശുക്ർ ചെയ്യുന്ന ദാക്കിരീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. മറ്റ് സുന്നത്തുകൾ നിസ്കരിക്കാൻ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ദിക്റുകൾ ചെല്ലാൻ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങളെ ഹൃദയത്തിന് ഒരുപാട് പരിവർത്തനമുണ്ടാക്കി തരണേ റഹ്മാനെ. ഒരുപാട് പരിവർത്തനമുണ്ടാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ കൽബിന് പരിവർത്തനം വരുത്തി തരണേ അല്ലാ. ദുനിയാവിനോടുള്ള കെട്ടുപിടുത്തം മാറ്റി ആഖിറത്തിലേക്കുള്ള ചിന്ത കൂടുതലാക്കി തരണം റഹ്മാനെ. കച്ചവടം ചെയ്യുന്നതും മുതലുണ്ടാക്കുന്നതും ഒന്നും നീ തടഞ്ഞിട്ടില്ല. ഞങ്ങളത് വേണ്ട എന്ന് പറയുന്നുമില്ല. അതേ സമയത്ത് ആഖിറത്തിനെ ഓർക്കാത്ത ഏത് കച്ചവടവും ഐശ്വര്യവും അത് അപകടമാണ്. അത്തരത്തിലുള്ളത് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ആഖിറത്തിനെ ഓർത്തുകൊണ്ടുള്ള ഐശ്വര്യം ഞങ്ങൾക്ക് നൽകണം അല്ലാ. പഠിച്ചവനെ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെ കൊടുക്കണേ അല്ലാ. പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെ കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ മരിച്ചുപോയവര് കണ്ണൂർ ജില്ലയിലെ ഒരുപാട് കാലത്തെ പ്രവർത്തകനായ സീതി പൊതുവാച്ചേരി മലയിലെ സീതി മരണപ്പെട്ടു. അദ്ദേഹത്തിന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അർഹമർ റഹീമേ, ഞങ്ങളെ ഉസ്താദുമാർ എത്രയോ ആളുകൾ ഞങ്ങളോടും പിരിഞ്ഞുപോയി. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഉസ്താദുൽ അസാത്തീദ് ഒക്കെ ഉസ്താദിന്റെ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹ്ദൽ അവേലത്ത് തങ്ങൾ, സയ്യിദ് ഫളിൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ജമലുല്ലൈൽ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ, സയ്യിദ് TSK തങ്ങൾ, അങ്ങനെ തുടങ്ങിയ സാദാത്തുക്കൾ, അവരെ സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ, അവരെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ സയ്യിദന്മാർ, അവർക്കെല്ലാവർക്കും നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, അതുപോലെ ഷർസോല ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ് തുടങ്ങി ഉസ്താദുമാരും മുദരിസുമാരും ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ആലിമീങ്ങളെ മുഴുവനും ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവർക്കൊക്കെ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. SYSന്റെ പ്രവർത്തനത്തിൽ ഒരുപാട് കാലം മുഴുകി അതിനുവേണ്ടി അതിനെ കെട്ടിപ്പടുക്കാൻ കഠിനാധ്വാനം ചെയ്ത പാറന്നൂര് PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖബറിനെ നീ സ്വർഗ്ഗതമാക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെയും SSFന്റെയും
എസ്എംഎയുടെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നീ ദർജന ഏറ്റണം റഹ്മാനെ. പ്രത്യേകിച്ച് സമസ്തയുടെ പ്രസിഡന്റായി വഫാത്തായി പോയ താജുൽ ഉലമാ തങ്ങൾ അവർക്കും ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവർക്കും ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഒരു കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ ആണ്ട് സമയമാണ് ഇപ്പോൾ. അവർക്ക് നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഫാക്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങി സമസ്തയുടെ പ്രവർത്തകന്മാരായിരുന്നവർ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ എല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. SYS ഇവിടെ നട്ട് വളർത്തുന്നതിന് സജീവമായി പ്രവർത്തിച്ച മഹാനായ മർഹൂം ഇ.K. ഹസൻ മുസ്ലിയാർ അവരുടെ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അതിന്റെ മുമ്പും പിമ്പും അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നീ ദർജന ഏറ്റി തരണം റഹ്മാനെ. ഈ ദിക്റുകൾ പതിവാക്കി ചെല്ലാൻ ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غفار المذنبين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. بلغ